ആദർശം സജി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആദർശം സജി, ഇന്നിപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ഐഷി ഘോഷിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അതായത് ഈ പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കിയെടുത്ത് ഐഷിയെ പൂട്ടാനായിരുന്നു കേന്ദ്രത്തിന്റെ നീക്കം. എന്നാൽ ആ നീക്കത്തിന് മേൽ ദില്ലി പാട്യാല ഹൗസ് കോടതിയുടെ വ്യക്തമായ ഇടപെടലാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് തീർത്തും കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ സംഘപരിവാർ നിരന്തരം ഐഷി ഘോഷിനെ അല്ലെങ്കിൽ SFIയെ വേട്ടയാടാൻ ശ്രമിക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അടക്കം കണ്ടത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഒന്ന്, ഈ സമരത്തിന്റെ മുന്നിൽ സംഘപരിവാറിന് മുട്ടുകുത്തേണ്ടി വന്നു. വിദ്യാർത്ഥികളാകമാനം തന്നെ നടത്തിയ പോരാട്ടത്തിന് മുന്നിൽ സംഘപരിവാറിന് മുട്ടുകുത്തേണ്ടി വന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. ഇന്ത്യൻ ഹിറ്റ്ലറായിട്ടുള്ള മോദി വിദ്യാർത്ഥി സമരത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കേണ്ട സാഹചര്യം വന്നു. ആ നിലയിൽ ആ സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെ എല്ലാം തന്നെ അതിനുശേഷം വേട്ടയാടാനുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആ സമരത്തിന്റെ നേതൃത്വ നിരയിൽ ഉണ്ടായിരുന്ന ഐഷി ഘോഷിനെ 2021 നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഇന്ന് കോടതി എടുക്കാൻ വെച്ചിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഹിയറിംഗ് വെച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസം മുന്നേ വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് ആ സമരത്തിൽ നിന്ന് ആ ഐഷിയെയും ഐഷി പ്രതികരിക്കുന്ന SFIയെയും ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അവിടെ നടത്തിയത്. പക്ഷേ ഇന്നിപ്പോ കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് ഇപ്പൊ സംഘപരിവാർ നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസിൽ നിന്ന് കോടതിയിൽ നിന്ന് ലഭിച്ചത്. സ്വാഭാവികമായി ഒരു കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 45 ദിവസം ആ സമരത്തിന് നേതൃത്വമായി ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഈ 45 ദിവസത്തിനിടയിൽ ഇപ്പോ അദ്ദേഹത്തിന് ഐഷിക്ക് ഒരു നോട്ടീസും കൊടുക്കാൻ വേണ്ടി പോലീസ് തയ്യാറായില്ല. അപ്പൊ ആ നിലയിൽ ബോധപൂർവ്വം ഈ സമരത്തിന് ശേഷം അതിന് നേതൃത്വം നൽകിയവരെ വേട്ടയാടാൻ വേണ്ടി ആ വേട്ടയാടി ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാം, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താം എന്നാണ് അവർ കരുതിയിരുന്നെങ്കിൽ ഇന്ന് കോടതി ഉൾപ്പെടെ നടത്തിയ ഇടപെടൽ അത് തന്നെയാണല്ലോ. ആ യാതൊരു യാഥാർത്ഥ്യ ബോധത്തോടും കൂടിയല്ല പോലീസ് അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികളെ വേട്ടയാടാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ നിലയിൽ വേട്ടയാടാൻ ശ്രമിച്ചാലും വിദ്യാർത്ഥികൾ ഇതിന് നേതൃത്വം നൽകിയ സഖാക്കൾ ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ളവർ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1 ഇഞ്ച് പിന്നോട്ട് പോകാൻ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ തയ്യാറല്ല. ഇന്നിപ്പോൾ അതായത് ഏതൊക്കെ നിലയിൽ ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചും, അപ്പോ നമ്മൾ 20-ാം തീയതി കണ്ടതാണ് സമരത്തിലേക്ക് എങ്ങനെയാണ് പോലീസ് നരനായാട്ട് നടത്തിയതെന്ന്. അതിനുശേഷം ഇവിടെ ഇപ്പം ഡൽഹി മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും അതിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെ വേട്ടയാടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ നിർദ്ദേശം കൊടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ 8ഓളം സംസ്ഥാനങ്ങളിൽ, അതിനകത്ത് 8 സംസ്ഥാനങ്ങളിൽ 7ഉം BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. കേരളത്തിലും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ കേരളത്തിലും ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. എന്തെങ്കിലും ഒരു വ്യത്യാസം BJP ഭരിക്കുന്ന സംസ്ഥാനവും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് വേണം. പക്ഷെ കേരളത്തിലും ഇതേ നയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കേസ് ഇതുവരെ പിൻവലിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ്. ഏതൊക്കെ നിലയിൽ ഭരണ സംവിധാനം വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ, ഭയപ്പെടുത്താൻ ശ്രമിച്ചാലും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ തയ്യാറാകില്ല. ഈ നിലയിൽ മുന്നോട്ട് പോയാൽ ശക്തമായിട്ടുള്ള പ്രതിരോധം SFIയുടെ ഭാഗത്തുനിന്നും രാജ്യത്തെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഏതൊക്കെ നിലയിൽ ഭയപ്പെടുത്താൻ ശ്രമിച്ചാലും വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി.